ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്നേഹം നിറഞ്ഞവർ, ഇന്ന് വേടൻ എന്നൊരു ചെറുപ്പക്കാരനെ പറ്റി നമ്മുടെ യൂട്യൂബ് ചാനൽ തുറന്നാൽ അത് തന്നെയാണ് പരിപാടി, വേറൊന്നുമില്ല. അദ്ദേഹം ചെയ്ത തെറ്റെന്താ? അദ്ദേഹം ഒരു റാപ്പ് പാട്ട് പാടി എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, അദ്ദേഹം പാടിയ പാട്ടിൽ എന്താ തെറ്റുകൾ? കലാകാരന്മാരെ സംബന്ധിച്ച് അതൊരു തെറ്റല്ല. കാരണം പാട്ട് പല വിധത്തിലുണ്ട്. ഇപ്പം നമ്മൾ സ്നേഹിക്കുമ്പോൾ പാട്ട് പാടില്ലേ പെണ്ണുങ്ങളെ. പണ്ടൊരു പാട്ട് പാടിയത് ഞാൻ ഓർക്കേണ്ട ഒരു സിനിമ, നീലക്കുല ചിത്രത്തിൽ, കായലരികത്ത് വലയെറിഞ്ഞപ്പോൾ വളകിലുക്കിയ സുന്ദരി പെണ്ണ് കെട്ടിനി കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനി ചേർക്കണേ എന്നിട്ട് പറയണതാ, കണ്ണിനാളെൻ്റെ കരളിൻ്റെ ഉരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മുടെ കയറ് പൊട്ടിയ പമ്പരം ചേറിൽ നിന്ന് വളർന്ന് പൊന്തിയ ഊറി നിന്നുടെ കയ്യിനാൽ നെയ്ച്ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടെൻ നെഞ്ചിലായി. അങ്ങനെ ആ പാട്ട് ഇപ്പം നമ്മൾ പാടുമ്പോൾ വേണമെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആണ് ആ പാട്ട് കൂടുതലും പറഞ്ഞത്. ഒരു പ്രേമഗാനമാണത്. അതെ. അപ്പോൾ ഞാനിപ്പോൾ ആ പാട്ട് പാടിയപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടയിലക്കത്തുള്ളൊരു പെണ്ണ് പറയുകയാണ്, അതെന്നെ സംബന്ധിച്ചാണ് ആ പാട്ട് പാടിയേക്കണത്, അതെൻ്റെ വലിയ അയാൾ പാടിയത് ശരിയല്ല, അത് പ്രശ്നമാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ ലോകത്തൊരു ഗാനം ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു ചരിത്രത്തിൽ നിന്നാണ്, അല്ലാണ്ട് വെറുതെ ഒരു കഥയൊന്നും എഴുതാൻ പറ്റില്ല, ഒരു പാട്ട് എഴുതാൻ പറ്റില്ല. ഇന്നിപ്പോൾ വേടനത് പാടി, അതൊരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് കൊണ്ടെന്ന് പറയണത്, ആർക്ക് കൊണ്ട്, എന്തിന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത് അല്ലേ? അദ്ദേഹം പാടട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവിത പ്രശ്നമായിരിക്കും അത്. അദ്ദേഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ, അരി വാങ്ങിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് അദ്ദേഹത്തെപ്പറ്റി ഈ ചൊറിയുത്തി പുണ്ണാക്കേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വേദന പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അനുഭവിച്ചിട്ടായിരിക്കും വേദന പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമില്ല ഇത് പറയാനായിട്ട്. പിന്നെ നമ്മളെന്തിനാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇനിയും പാടണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല നല്ല ഗാനങ്ങൾ കേൾക്കാൻ നല്ല രസമുണ്ടല്ലോ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് പറ്റിയ പാട്ടുമാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ പറയാം. താങ്ക് യു.